could try to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. തൃശ്ശൂർ ചാവക്കാടുള്ള ഫാം വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ചാവക്കാട് പഞ്ചവടി ബീച്ചിനടുത്താണ്. 150 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജായിട്ട് ഈടാക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ള ഫാം ആനിമൽസിനെയും പെറ്റ്സിനെയും കാണാനും അവയ്ക്ക് ഫീഡ് ചെയ്യാനും അവയെ എടുക്കാനും തൊടാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ കാണുന്നത് പുങ്കന്നൂർ ബുള്ളാണ്. ഇതിന് 10 വയസ്സ് പ്രായമുണ്ട്. ഇതിന് മാക്സിമം എത്ര ഹൈറ്റേ വരുള്ളൂ, അതാണ് ഇതിൻ്റെ പ്രത്യേകതയും. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certainty, I have a sense of urgency. A message for eternity, for everyone internally. I had some people burning me, but now they fucking learn to see I ain't the one to fuck with, now they looking nervously. And I don't really care what you think of me respectfully. You can kick rocks if you think you're fucking better, see. I will outwork you, turn you to an enemy. Hurt you so bad that you're gonna need some therapy. I got the motherfucking recipe, I've been cooking up hits, I'ma leave a legacy. You'll be looking small when you're standing right next to me. ഫോറിൻ കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത നല്ല വെറൈറ്റി ആയിട്ടുള്ള പെറ്റ്സിനെയും ആനിമൽസിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ആനിമൽസിനെയും പെറ്റ്സിനെയും എടുക്കുന്നതിനോ ഫീഡ് ചെയ്യുന്നതിനോ ഒന്നും പ്രത്യേക ചാർജ് അവർ ഈടാക്കുന്നില്ല. ഓരോ ആനിമൽസിനും പെറ്റ്സിനും ഫീഡ് ചെയ്യാനുള്ള ഫുഡ് അവർ തന്നെ നമ്മുടെ കയ്യിൽ തരും. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്പോട്ട് തന്നെയാണിത്. അവർ കാർട്ടൂൺസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള കുറേ ആനിമൽസിനെ അവർക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അതവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും. ഇവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഉച്ചയ്ക്ക് ശേഷമാകുമ്പോഴേക്കും മൃഗങ്ങളൊക്കെ ഓൾറെഡി ടയേർഡാവും, നമുക്ക് എടുക്കാനൊന്നും സാധിക്കണമെന്നില്ല, അവർക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ രാവിലെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഇട ദിവസങ്ങളിൽ പോവുകയാണെങ്കിൽ നമുക്ക് തിരക്ക് ഒഴിവാക്കാം. ഓരോ മൃഗങ്ങളെയും നമുക്ക് സമയമെടുത്തിട്ട് കാണാൻ സാധിക്കും, എല്ലാത്തിനെയും എടുക്കാൻ സാധിക്കും. ചിലപ്പോൾ എല്ലാ ദിവസവും എല്ലാത്തിനെയും എടുക്കാൻ പറ്റണമെന്നില്ല. അതും മൃഗങ്ങളുടെ സ്വഭാവവും അവരുടെ ടയേർഡ്നെസ്സും ഒക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് എടുക്കാൻ സാധിക്കുക. എല്ലാത്തിനെയും എടുക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കലും പോകരുത്. എന്നാലും രാവിലെ സമയത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇട ദിവസങ്ങളിലും രാവിലെയും പോകുന്നത് നല്ലതായിരിക്കും.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.